പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2025 ആദ്യത്തെ ഈ 3 മാസങ്ങളിനുള്ളിൽ തന്നെ ദൈവസഭയ്ക്ക് 2 ഫ്യൂണറൽ സർവീസസ് നടത്തുവാൻ കർത്താവ് ഇടയാക്കി. മരണത്തെ നാം പരാജയമായി കാണാത്തതുകൊണ്ടും ഒരു ഭക്തന് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് താൻ കർത്തൃസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടും സ്തോത്രം. ഹല്ലേലൂയ. ടോണി ദുബായിലുള്ള നമ്മുടെ ചർച്ചിൻ്റെ ഭാഗമല്ലെങ്കിലും വത്സാൻഡി നമ്മുടെ ചർച്ചിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ദൈവസഭ അതിന് ഉത്തരവാദിത്തം എടുത്ത് നടത്തി. വെള്ളിയാഴ്ച തമ്മിച്ചായൻ്റെ ഫ്യൂണറൽ സർവീസ് നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഈ ഓർമ്മകളൊക്കെ നടന്നു നിൽക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ആ തിരുവചനം ദൂതാണ് ഇന്ന് പകൽക്കാലം ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഫേസിങ് ഡെത്ത് ഫിയർലെസ്ലി, മരണത്തെ ഭയമില്ലാതെ നിർഭയമായി നേരിടുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി സ്തോത്രം മരണത്തിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സ്തോത്രം ചില ആഴമായ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. മരണത്തെ ഭയമില്ലാതെ നാം നേരിടുക. വേറൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിങ് ഡെത്ത് boldly and courageously with a smile. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഡെത്ത് ഇസ് എ റിയാലിറ്റി. അകലമുയർത്തി നമുക്ക് ഡെത്ത് ഇസ് റിയാലിറ്റി. ജനിച്ചാൽ നമ്മൾ മരിക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ ഇന്ന് എൻ്റെ മുമ്പിലായിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു ദിവസം തമ്പിച്ചാൻ മരിച്ചതുപോലെ നാമും മരിക്കും. നമ്മൾ ജീവിതത്തിന് വേണ്ടി ഒത്തിരി ഒരുങ്ങുന്നു അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അല്ലേ, ഒരു അമ്മയുടെ ഉദരത്തിലാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് കരുതാൻ കഴിയുന്ന രീതിയിൽ എല്ലാ മാതാപിതാക്കന്മാരും എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിൻ്റെ ഉടുപ്പ്, കുഞ്ഞിൻ്റെ ഡ്രസ്സ്, കുഞ്ഞിന് എന്താ നല്ല ഭാവി ഉണ്ടാകണം അല്ലേ? അല്പസ്വല്പം കാഴ്ചപ്പാടുള്ളവരെന്ത് ചെയ്യും? കുഞ്ഞിന് വേണ്ടി ഒത്തിരി പൈസ ഇല്ലെങ്കിലും കുറച്ച് ബാങ്കിൽ കുഞ്ഞിന് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കും. എന്ന് പറയുമ്പോൾ അവന് വലുതാകുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞ് വലുതാകുമ്പോൾ അവരുടെ പഠിത്തത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഒക്കെ കരുതുകയും ചിന്തിക്കും. അപ്പോൾ നമ്മൾ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി കരുതും, നല്ല രീതിയിൽ ജീവിക്കുവാൻ അല്ലേ? അതേപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ് മരണം. ഡെത്ത് ഇസ് യൂണിവേഴ്സൽ. എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരണം. അത് അമേരിക്കക്കാർക്കും ആഫ്രിക്കക്കാർക്കും ഭാരതീയർക്കും എല്ലാ മതവിഭാഗത്തിലുള്ള എല്ലാവർക്കും ഡെത്ത് ഇസ് യൂണിവേഴ്സൽ. എന്താണ് മരണം? മരണം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല ഉറപ്പും ധൈര്യവും കാഴ്ചപ്പാടും ഉള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഡെത്ത് ഇസ് എ ഈക്വലൈസർ. ഡെത്ത് ഇസ് എ ഈക്വലൈസർ. പഠിത്തമുള്ളവർ, പഠിത്തമില്ലാത്തവർ, പണമുള്ളവർ, പണമില്ലാത്തവർ അല്ലേ, വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന എല്ലാവരുടെയും അവസാനം എന്താണ്? സ്തോത്രം. നമ്മൾ ഏത് വലിയ അധികാരിയാണെങ്കിലും ഏത് പാവപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും എല്ലാവരെയും ഒരേ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് ആക്കുന്ന മരണക്കിടക്കയിൽ ഡെത്ത് ഇസ് എൻ ഈക്വലൈസർ. ഡെത്ത് ഇസ് എൻ ഈക്വലൈസർ. ഡെത്ത് കംസ് ടു ഓൾ. മരണം എല്ലാവർക്കും വരും. കർത്താവ് 2ാമത് വന്ന ആ സമയത്താണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ സ്തോത്രം മരിക്കാതെ നമ്മൾ എടുക്കപ്പെടും. അല്ലെങ്കിൽ മരണം എല്ലാവരെയും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മൾ ജീവിതത്തിന് വേണ്ടി ഒത്തിരി ഒരുങ്ങും. പിന്നെ ഇതുപോലുള്ള ഫ്യൂണറൽ സർവീസുകളിലൊക്കെയാണ് നമ്മൾ മരണത്തെക്കുറിച്ച് സാധാരണ കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം സാധാരണ ചർച്ചയിൽ പ്രസംഗിക്കപ്പെടുകയും ബൈബിൾ സ്റ്റഡിയും പഠനമൊക്കെ നടക്കും. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ, ബിക്കോസ് ലൈഫ് ഇസ് ഷോർട്ട്. വലിയ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ദീർഘായുസ്സോട് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. പെട്ടെന്ന് മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാം സ്തോത്രം ഹല്ലേലൂയ ദീർഘായുസ്സോട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ മിക്ക വ്യക്തികൾക്ക്, അവിശ്വാസികൾക്ക് മരണം ഒരു പേടി സ്വപ്നമാണ്, ഭയമാണ്. That causes fear. മരണഭീതിയിലാണ് ജനമായിരിക്കുന്നത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു ഐഡിയ ഇല്ല, പെർസ്പെക്റ്റീവ് ഇല്ല. എന്താ സംഭവിക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നു, മരണം കഴിഞ്ഞ് എവിടെയാ പോകുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ല. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. അയ്യോ, പേടി ഇല്ലേ? ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഭയം, ഭയം, ഭയം. അത് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ സ്തോത്രം ഭയപ്പെടേണ്ട 365 പ്രാവശ്യം വാഗ്ദത്തമായി എന്ന് പറയാം അക്കരം ഉയർത്തി പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഈ അന്ത്യകാല ഉണർവിൽ, അന്ത്യകാല ദൈവപ്രവൃത്തിയിൽ അഭിഷേകം പകരുമ്പോൾ, ഈ ആത്മമഴ പെയ്തിറങ്ങുമ്പോൾ, ഈ പുതുവീഞ്ഞ് പകരുമ്പോൾ, ഇന്ന് ഈ മെസ്സേജിൽ പ്രസക്തി എന്താണ്? മരണത്തെ ഭയമില്ലാതെ നേരിടുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ. ഭയത്തിന്റെ മുമ്പിലും മരണത്തിന് മുമ്പിലും ആ മുഖത്ത്, സ്തേഫാനോസിന്റെ മുഖത്ത് കണ്ട ആ തേജസ്, അത് മരണത്തിന്റെ ഏത് നിമിഷത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും സ്തേഫാനോസ് അറിഞ്ഞോ അതവന്റെ അവസാനത്തെ ശുശ്രൂഷയാണെന്ന്. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് 5-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവും കൃപയും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഒരു യൗവനക്കാരൻ. A man who was mightily anointed by God.
8-ാം വാക്യം പറയുന്നു, ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് സ്തേഫാനോസ് ഒരു കത്തുന്ന നക്ഷത്രത്തെ പോലെ പൊങ്ങി വെളിപ്പെടുകയാണ്. അപ്പോസ്തലന്മാരുടെ ആ സംഘത്തിൽ നിന്ന് ഒരു യൗവനക്കാരൻ, വലിയ അഭിഷേകം, വലിയ കൺവിക്ഷൻ, തന്റെ വാക്കുകൾക്ക് ഭയങ്കര ഗാംഭീര്യമുള്ളത്, പ്രായം കുറവാണെങ്കിലും തന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആ ഒരു തീവ്രത, അത് വാക്കുകൾ മാത്രമല്ല, അത് ദൈവപ്രവർത്തികൾ, അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിൽ. It was not just a display of words, it was a display of the raw power of God. He was a bold young man. ആത്മനിറവോടെ താൻ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്. ആദ്യമൊക്കെ വളരെ സന്തോഷമാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്തു? സ്തേഫാനോസിനെ എതിർക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷനോടാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും നിറവോടാണ് ഈ യൗവനക്കാരൻ സംസാരിച്ചെങ്കിലും കേട്ട നിന്ന പരീശന്മാർ, യഹൂദന്മാർക്ക് അത് അതൃപ്തിയായി തോന്നി. അവനെ പിടിച്ചു, അവനെതിരായി ഗൂഢാലോചന ചെയ്തു അവനെ യഹൂദ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, സെനഹദrin സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴും ഈ യൗവനക്കാരൻ പ്രസംഗിക്കുമ്പോൾ, ആൾക്കാർ വിരോധിക്കുമ്പോൾ, അവനെതിരെ സംസാരിക്കുമ്പോൾ, പറയുമ്പോഴും ഹല്ലേലൂയ, അവന്റെ മുഖം പറയുന്നത് ഒരു ദൂതനെ പോലെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഈ പകർച്ചകൾ നടക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ അകം പുറം ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, അകമയുള്ള രൂപാന്തരം മാത്രമല്ല, നമ്മുടെ മുഖത്തെ കാണുമ്പോൾ ഹല്ലേലൂയ ഒരു ദൂതനെ പോലെ തിളങ്ങി നിൽക്കുന്ന, his face shone like an angel. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്, that the face of Stephen shone like an angel. ഒരു ദൂതനെ പോലെ തന്റെ മുഖം പ്രകാശിക്കുകയാണ്. ഒരു നീണ്ട പ്രസംഗം, പരിശുദ്ധാത്മാവ് ദൈവം ആ പ്രസംഗം മൊത്തം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പ്രസംഗമേ മൊത്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ആദ്യം മുതൽ അവസാനം വരെ. ഒറ്റ ശുശ്രൂഷ, ഒറ്റ പ്രസംഗമായിരിക്കും, പല പ്രസംഗങ്ങൾ പ്രസംഗിച്ചു കാണുമായിരിക്കും. പക്ഷേ അതിൽ ഈ പ്രസംഗം എന്താ? പരിശുദ്ധാത്മാവ് അന്ത്യനാളുകളിൽ, ഈ സമയങ്ങളിൽ ഈ പുതുവീഞ്ഞ് പകരപ്പെടുമ്പോൾ ഒരു തലമുറയെ കർത്താവിനെ എഴുന്നേൽപ്പിക്കുവാനുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 53-ാമത്തെ വാക്യമായപ്പോൾ സ്തോത്രം, ജനത്തിന് അങ്ങോട്ട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ചിന്തിക്കുക, അപ്പോസ്തലന്മാരുടെ പോയി സ്തോത്രം, ഒരുപക്ഷെ സ്തേഫാനോസ് ശുശ്രൂഷകളുടെ മധ്യത്തിൽ എവിടെയോ വയൽ പ്രദേശങ്ങളിൽ താൻ പോയി ശുശ്രൂഷിക്കുന്നതിന് മധ്യത്തിലായിരിക്കാം മേശമേൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട ഈ ദേവദാസൻ ഹൃദയത്തിന്റെ എരിവോടും ഫയറോടും താൻ പോകുന്ന ഒരു സ്ഥലത്തായിരിക്കും ആൾക്കാർ തന്നെ ചുറ്റിക്കൂടിയത്. 54-ാമത്തെ വാക്യം വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ, ജനം എതിർക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിനോടാണ് സംസാരിക്കുന്നത്, എങ്കിലും ജനം എന്ത് ചെയ്യുക? സ്തേഫാനോസിന്റെ പ്രസംഗത്തെ സ്വീകരിക്കാതെ അവനോട് മർദ്ദലിക്കുന്ന, നിങ്ങളുടെ ഹൃദയം എത്രമാത്രം കഠിനപ്പെടുത്തുന്നത് എന്ത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു. You are rebelling against the Holy Ghost. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ മർദ്ദലിക്കുന്നത് എന്ത് എന്ന് സ്തേഫാനോസ് ചോദിക്കുന്നു. ആ ചോദ്യങ്ങളൊന്നും ജനത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവന്റെ നേരെ സ്തേഫാനോസിന്, യൗവനക്കാരനായി അഭിഷിക്തനായ സ്തേഫാനോസിന്റെ നേരെ പല്ല് ഇറക്കി കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തേഫാനോസ് ചിന്തിച്ചു, മരണം തന്റെ വാതിക്കൽ വന്ന് മുട്ടുകയാണെന്ന്. തന്റെ അവസാനത്തെ ശുശ്രൂഷയുടെ അവസാനത്തെ ദിവസമാണ്. ഹല്ലേലൂയ. അതെ, പലപ്പോഴും വലിയ മുന്നറിയിപ്പ് കൂടാതെ ആയിരിക്കും മരണം നമ്മുടെ അടുക്കൽ വരുന്നത്. We must be prepared to face death. മരണത്തെ നേരിടുവാൻ, മുഖാമുഖം നേരിടുവാൻ എന്റെ സമയമായി എന്ന് അപ്പൻ ചിന്തിച്ചാൽ, ദൈവം ചിന്തിച്ചാൽ, പിതാവ് നിശ്ചയിച്ച ഒരു സമയമാണെന്ന് ബോധ്യപ്പെട്ടാൽ സല്യൂട്ട് ചെയ്ത് ഹല്ലേലൂയ ഭവനത്തോടെ ചിരിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി വന്നിരിക്കുന്നു എന്ന ആ ബോധ്യത്തോടെ, ഒരു ചിരിയോടെ, hallelujah, with a smile we must leave the face of earth because death is defeated. മരണത്തെ നമ്മുടെ നാഥൻ കർത്താവ് ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് സ്തേഫാനോസിനെ നോക്കാം. യൗവനക്കാരൻ അറിഞ്ഞില്ല, അവൻ സാധാരണ പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചതാണ്. പക്ഷെ അത് അവന്റെ അവസാനത്തെ ശുശ്രൂഷയും അവസാനത്തെ പ്രസംഗവും അവസാനത്തെ ദിവസവും താൻ മരിക്കേണ്ട ആ നിമിഷം വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് പറയുമ്പോൾ, this is a prophetic message. ഈ അന്ത്യകാലങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ അഭിഷേകത്തിനെ ആരും ആഗ്രഹിക്കുന്നു, ദൈവസ്പർശനത്തിനെ ആരും ആഗ്രഹിക്കുന്നു, സാന്നിധ്യത്തിനെ ആരും ആഗ്രഹിക്കുന്നു. But there are times when you do not know in which place. എല്ലാ മരണവും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മരണമല്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് നിൽക്കുന്ന ആ ദൈവവചനത്തിന്റെ ഉപദേശത്തിന്റെ ആ ഒരു ഉപദേശ സത്യങ്ങൾ നിങ്ങളൊന്ന് ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകൾ, സ്തോത്രം, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരിൽ നിന്ന് നമുക്ക് കൈമാറി വന്നിരിക്കുന്ന ദൈവവചനത്തിന്റെ പത്യോപദേശത്തിന്റെ ആഴം, വെളിപ്പാടുകൾ
ഈ ദിവസങ്ങളിൽ പുതുവീഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ 1500കളിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ മാർട്ടിൻ ലൂതറിലൂടെ പൊട്ടിപ്പുറപ്പെട്ടു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ പലരും 1500കളിൽ നിൽക്കുകയാണ്. 2025 1500കളുടെ വെളിപ്പാടിൽ നിൽക്കുകയാണ്. 1600കളിൽ സ്തോത്രം ഹല്ലേലൂയ മൊറേവിയൻ മിഷൻ മൂവ്മെന്റ്, പ്രസ്ബിറ്റേറിയൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് പൊട്ടിപ്പുറപ്പെട്ടു. 1500കളിൽ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരെ 1600കളിലേക്ക് ആ വെളിപ്പാടിലേക്ക് പ്രവേശിച്ചോളൂ. അത് 1700കളിൽ 1800കളിൽ 1900-ൽ പെന്തക്കോസ്റ്റ് ആഗോള സഭകളിൽ പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിലേക്ക് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് അതുകൊണ്ട് നിന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും 1900 ഈ 150 വർഷങ്ങളുടെ ഗ്യാപ്പിൽ ദൈവത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകളും സത്യങ്ങളും പ്രത്യോപദേശവും ദൈവസഭയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ പുതിയ തുരുത്തികളിലാണ് ദൈവം പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെളിപ്പാടുകളും മനസ്സിലാക്കലുകളും അതനുസരിച്ച് നമ്മൾ സാധാരണ സഭകളിൽ പോയി കഴിഞ്ഞാൽ പിശാചിന്റെ ജനത്തിന് ഭയമാണ്. എന്താ, നമ്മളെ തുടരുത് അല്ലേ, നമ്മളെ എന്താ ആക്രമിക്കരുത്, ഇങ്ങോട്ട് കയറി വന്ന് എന്താ നമ്മുടെ ആളുകളെ ഒന്നും ചെയ്യരുത്. We are on the defensive. Church is on the defensive. രക്തം ജയം രക്തം ജയം രക്തം ജയം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ എന്താ നമ്മളെ അപഹരിക്കാതെ പിശാച് വലിയ കൊമ്പനായി അതാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവസഭയ്ക്ക് ദൈവം നൽകുന്ന വെളിപ്പാട് അതല്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് പാതാള ഗോപുരങ്ങളെ തകർത്ത് നിങ്ങൾ പട്ടണങ്ങളെ കൈവശമാക്കും, ടെറിട്ടറികളെ പിടിച്ചെടുക്കും, രാജ്യങ്ങളെ പിടിച്ചെടുക്കും. ബലാത്കാരികളായി ഒരു സൈന്യമായി ദൈവസഭയെ അവിടെ ഇങ്ങനെ പൂച്ചകളെ പോലെ ഇരിക്കുവാൻ കഴിയുകയില്ലെന്നേ. പ്രതിസന്ധികളുടെയും വിഷയങ്ങളുടെയും മധ്യത്തിൽ അവർ സിംഹങ്ങളെ പോലെ ഗർജിക്കുന്നവരാണ്. The church is not defensive, church is offensive. ഈ വെളിപ്പാടുകൾ, ഈ വചന വെളിപ്പാടുകൾ ഒരു 50 വർഷം മുമ്പേ ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ, വിരളമായിരുന്നു. പക്ഷേ പ്രാവചനിക അപ്പോസ്തോലിക ശുശ്രൂഷകൾ ദൈവം ഭൂമിയിൽ തുറന്നുവിട്ടപ്പോൾ church must not be on the defensive. പക്ഷേ ഇന്ന് നമ്മൾ കേട്ടത് ഈ വാഗ്ദത്തം പോലെ the church must be on the offensive. ഹല്ലേലൂയ. പിശാചിന്റെ കോപ്പുകളെ കർത്താവ് തകർത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പിടിച്ചടക്കുക. Possess. Come on, somebody said possess the land, possess the promise. ദൈവത്തിന്റെ അവകാശങ്ങളെ. അപ്പോൾ നമ്മുടെ വെളിച്ചം, നമ്മുടെ വെളിപ്പാടുകൾ, നമ്മുടെ തുരുത്തികളെ പൊളിച്ചില്ലെങ്കിൽ അല്ലേ, പുതിയ തുരുത്തികൾ. ഞാൻ മടങ്ങി വരികയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മരണങ്ങളും അയ്യോ ഇത് ദൈവത്തിന്റെ സമയമാണല്ലോ, ദൈവത്തിന്റെ ഹിതമാണോ? അല്ല, അങ്ങനെയല്ല പത്യോപദേശമായിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിൽ നടക്കുന്ന മരണങ്ങളുണ്ട്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത. 12 വയസ്സ് പ്രായമുള്ള പള്ളിപ്രമാണിയുടെ മകൾ, ജായറസിന്റെ മകൾ മരിച്ചപ്പോൾ യേശു പറഞ്ഞില്ല സിന്ധിയേന ദൈവം അങ്ങ് വിളിച്ചല്ലോ. അല്ല. ദീനം പിടിച്ചപ്പോഴാണ് അപ്പൻ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നത്. അവിടെ എത്തുന്നതിന് മുമ്പേ മകൾ മരിച്ചുപോയി. അപ്പോൾ യേശു സ്റ്റാൻഡ് മാറ്റിയില്ല. നീ ഭയപ്പെടേണ്ട, നീ കേട്ട വാർത്തകളാൽ എന്താ അതിന്റെ ആ പവറിൽ വരണ്ട, അതിന്റെ ഇൻഫ്ലുവൻസിൽ വരണ്ട. നമുക്ക് പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഓൺലി ബിലീവ്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്ന് പറയാം, ഭയപ്പെടേണ്ട. അങ്ങോട്ട് ഇടിച്ചു കയറുകയാണ് യേശു. ഹല്ലേലൂയ. തലീത ഖുമി എന്ന് പറഞ്ഞ് എന്താ മരിച്ചു കിടന്ന ബാലികയെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സ്തോത്രം ഹല്ലേലൂയ 9 പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. ഉയർപ്പിച്ചു മരണത്തിൽ നിന്ന്. ജീസസ് വാസ് എ ഡെഡ് റൈസർ. ലാസറസ് പുറത്തു വാ എന്ന് പറഞ്ഞ എന്താ? അപ്പോൾ അകാല മരണങ്ങൾ, സമയത്തിന്റെ മുമ്പിലുള്ള മരണങ്ങൾ, ദൈവത്തിന്റെ ഹിതത്തിൽ അല്ലാത്ത മരണങ്ങൾ, അതിനെ ചലഞ്ച് ചെയ്യുവാൻ, ആ മരണശക്തികളെ ഭത്സിക്കുവാൻ, അതിന്റെ പവറിനെ ബ്രേക്ക് ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒരാൾ മരിക്കുമ്പോൾ ഓക്കെ അത് ദൈവഹിതമാണ്, നമ്മൾ പെട്ടെന്ന് don't reach that conclusion too soon. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിട്ടപ്പോൾ, അപ്പോസ്തലന്മാരെ വിട്ടപ്പോൾ, പരിശീലിപ്പിക്കുമ്പോൾ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ദൈവരാജ്യം സുവിശേഷിക്കണം. ദൈവരാജ്യം വന്നിരിക്കുന്നു. പിന്നെന്ത് ചെയ്യണം? രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ ദുർഭൂതങ്ങളെ എന്ത് ചെയ്യണം? പുറത്താക്കുക. പിന്നെന്താണ്? ഒന്ന് പറയാം, ആ കൈയെഴുതി മഹേശ്വരെ. ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവത്തിന്റെ സമയത്തും പ്ലാനിലും ആയിരിക്കുന്ന ചില മരണങ്ങളുണ്ട്. ആമേൻ. അത് തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. സ്തേഫാനോസ് കല്ലെറിയുകയാണ്, ജനം ആക്രോശിക്കുകയാണ്, ദേഷ്യപ്പെട്ട് കല്ലെറിയുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്തേഫാനോസിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ദൂത് വരുമ്പോൾ കർത്താവ് നമ്മോട് പറയുക, ലോകത്തിൽ അവിശ്വാസികൾ ഭയത്തിന്റെ അടിമത്തത്തിലാണ്. മരണഭയമാണ് അവർക്ക്, മരണഭീതിയാണ്, പേടിയാണ്. ഒരു ദിവസമെങ്കിലും മരണം മാറ്റുവാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ഈ ഹാലിൽ ബന്ധപ്പെടുന്നവരാണ്. വിശ്വാസികളിൽ ഭൂരിഭാഗം വിശ്വാസികൾക്കും മരണഭയമാണ്. അതുകൊണ്ടാണ് ചെറിയ വിഷയം വരുമ്പോൾ അവരുടെ വിശ്വാസം പോയി, വിശ്വാസം ത്യജിക്കുന്നത്, വിശ്വാസമില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നത്, പ്രത്യാശയില്ലാത്ത വാക്കുകൾ, എന്തായി ഭാവി നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തകൾ. ഇത് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മരണത്തെ ഭയപ്പെടാതെ ദൈവത്തിന് വേണ്ടി വല്ലതെങ്കിലും ഈ അന്ത്യകാലത്തിൽ ചെയ്യണമെങ്കിൽ
They have to be fearless, bold, even to the point of death. Witnesses എന്ന് പറഞ്ഞ ആ വാക്ക് വന്നത് തന്നെ എങ്ങനെയാണ്? വിറ്റ്നസ്, മാർച്യൂരിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഗ്രീക്ക് പദം മാർച്യൂരിയോസ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്തായി തീരും? നിങ്ങൾ കേവലം എല്ലാം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയി, ആരും പ്രശ്നം ഉണ്ടാക്കാത്തപ്പോൾ യേശുവിന്റെ ഒരു സാക്ഷിയായി, യേശു പുനരുദ്ധരിച്ചു അല്ലെങ്കിൽ യേശുവിന്റെ പുനരുദ്ധാരണത്തിന് ഒരു സാക്ഷിയായി തീരുവാനല്ല. ആ സാക്ഷി എവിടെ വരെയാണ്? ഒരു രക്തസാക്ഷി എന്ന് പറയാം. ആ കരം ഉയർത്തി ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ധൈര്യം, so that we will be able to challenge death. മരണത്തെ ഒന്ന് വെല്ലുവിളിക്കുവാൻ. ഈ നമ്മുടെ സമയമായി മരണം നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടിയാൽ ഒരു ചിരിയോടെ, because we know death is not the end. മരണം അവസാനമല്ല എന്നും നിത്യതയിലേക്കുള്ള ഒരു കവാടമാണെന്നും അതൊരു ഉറക്കമാണെന്നും അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് ഞാൻ അധികം കാംക്ഷിക്കുന്നു. അതല്ലോ അത്യുത്തമം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭോ. ഞാൻ മരിക്കുന്നത് നഷ്ടമല്ല. ഒരു യൗവനക്കാരൻ ഹല്ലേലൂയ താൻ അറിഞ്ഞില്ല അത് തന്റെ അവസാനത്തെ ദിവസമായിരുന്നു. പലപ്പോഴും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് മുട്ടുന്നത് നമുക്ക് ഒത്തിരി മുന്നറിയിപ്പ് തന്ന് ആയിരിക്കുകയില്ല. But we must be prepared and ready. ഇന്ന് ഈ പ്രസംഗം, ഈ മെസ്സേജ് നിങ്ങളെ ഒരുക്കുവാൻ, മരണത്തെ സ്തോത്രം ഹല്ലേലൂയ ജയത്തോട് നേരിടുവാൻ, ഒരു ചിരിയോട് നേരിടുവാൻ, പ്രത്യാശയോട് നേരിടുവാൻ, ധൈര്യത്തോട് നേരിടുവാൻ, ഭയമില്ലാതെ നിർഭയമായി നേരിടുവാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം അതെ തുറന്നു വായിക്കാം. 56-ാമത്തെ വാക്യം. യെസ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. യെസ്. അവർ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. സ്തെഫാനോസിന് മുമ്പേ ജനം പാഞ്ഞു ചെല്ലുകയാണ്. യെസ്. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. യെസ്. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. യെസ്. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന്. കർത്താവായ യേശു മരണത്തിന്റെ മുമ്പിൽ തനിക്ക് മനസ്സിലായി, കല്ലെറിയാണ്, നീ അല്പസമയത്തിൽ താൻ മരിക്കും. And here see that young bold man of God തന്റെ പ്രാണനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. Lord Jesus, receive my spirit. അവിടെ നിന്ന് ഒരു സിഗ്നൽ കിട്ടി കാണും, ഗ്രീൻ സിഗ്നൽ കിട്ടി. Son, come. നിന്റെ ഒറ്റ പ്രസംഗം മതി, ഒറ്റ ശുശ്രൂഷ മതി. You have finished your word. Come, Stephen, I want you here. I want you as a martyr for people to remember. ജനത്തിന്, ദൈവസഭയ്ക്ക്, ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി ഗോൾഡൻ ലെറ്റേഴ്സ് നിന്റെ പേര് സ്തെഫാനോസ്. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ പേരെന്താണ്? ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ക്രൗൺ, സ്റ്റെഫനോസ് ക്രൗൺ. നിന്നെ ഒരു മുകുടമാക്കി, ഒരു കിരീടമാക്കി, മരണത്തെ ഭയപ്പെടാത്ത ഒരു സഭയുടെ, ഒരു തലമുറയുടെ ഒരു കിരീടമായി സ്തെഫാനോസെ നിന്നെ മാറ്റുവാൻ എനിക്ക് ഒരു നല്ല ആമേൻ പറയാം. ഹല്ലേലൂയ. തന്റെ ആത്മാവിനെ കർത്താവ്, സ്തെഫാനോസ് കരയുമായിരുന്നു, വിഷമിക്കായിരുന്നു. ഇല്ല കർത്താവ്, എനിക്ക് ഇനി മരിക്കണ്ട. കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാധാരണ നമ്മൾ കർത്താവ് വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്, പക്ഷേ സ്തെഫാനോസിനെ സ്വീകരിക്കുവാൻ സാൻ കം. ഹല്ലേലൂയ. ഒരു ജനറൽ സാധാരണ എഴുന്നേറ്റ് നിൽക്കത്തില്ല. സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ പോകുമ്പോൾ ആ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അതിന്റെ ആ ലെവലിന്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കയറി വന്നാൽ സാധാരണ രീതിയിൽ ഡിഗ്നിറ്ററീസ്, നമ്മൾ ഈ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ പൊസിഷന്റെ താഴെയുള്ള ഒരു ഓഫീസർ വന്നു കഴിഞ്ഞാൽ അവർ എഴുന്നേൽക്കത്തില്ല, അവർ ഇരുന്നിട്ടേ ഗ്രീറ്റ് ചെയ്യത്തുള്ളൂ. അത് ആ പ്രോട്ടോകോൾ. തന്റെക്കാൾ മേലെ ഒരു സീനിയർ വന്നു കഴിഞ്ഞാൽ ചാടി എണ്ണിച്ചേണം. യെസ് സർ, ദാറ്റ്സ് ദ പ്രോട്ടോകോൾ ഓഫ് ദി ആർമി. മിലിറ്ററി പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ദൈവരാജ്യത്തിലും സ്തോത്രം ഹല്ലേലൂയ കർത്താവ് ഇരിക്കുക. പക്ഷേ ഈ സ്തെഫാനോസിന്റെ ഈ ഒരു ബോൾഡ്നെസ്, ചങ്കുറ്റം, ധൈര്യം, മരണത്തിന്റെ മധ്യത്തിൽ തന്റെ കർത്താവിനെ ഉയർത്തുന്ന പ്രോട്ടോകോൾ തെറ്റിച്ച് യേശു എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് പകൽക്കാലം മരണഭയം, സ്തോത്രം, ഭൂരിഭാഗം വിശ്വാസികൾക്ക് മരണഭയം. പാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ആൾക്കാരുടെ പ്രതികരണം, ആൾക്കാരുടെ നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല, പൊതുവെയുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഈ സമയങ്ങളിലൊക്കെ ദൈവം നമ്മെ തട്ടി ഉണർത്തി നമ്മുടെ ഹൃദയം, നമ്മുടെ മനോഭാവങ്ങളെല്ലാം നമ്മുടെ വാക്കുകളിലൂടെ ആണല്ലോ അത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ ഒന്ന് മാറട്ടെ. നമുക്ക് വായിക്കാം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവനവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉച്ചത്തിൽ കർത്താവെ, ഈ പാപം അവരുടെ മേൽ കണക്കിടരുതേ എന്ന് യേശു ചെയ്തതുപോലെ തന്നെ പറഞ്ഞു. യെസ്. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു നിദ്രയാണ്. He fell asleep എന്ന് പറയാം. He fell asleep. ഭൂമിയിൽ ഉറങ്ങി, സ്വർഗത്തിൽ ദൈവസാന്നിധ്യത്തിൽ താൻ കണ്ണു തുറന്ന് അവിടെ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ജീവിതം വളരെ ഒരുക്കത്തോടെ നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഒരുങ്ങേണ്ടത്, നാം മരിക്കുവാനും കൂടെ ഒരുങ്ങണം. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമാണ്, വീണ്ടും വീണ്ടും ദൈവത്തോട് അടുത്ത് നടക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ
അവർ ജീവിതത്തെക്കുറിച്ച്, ലൈഫിനെ കുറിച്ച്, ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം എത്ര ക്ഷണഭംഗുരമാണ്, ക്ഷണികമാണ്, ഹ്രസ്വമാണ് നമ്മുടെ ജീവിതം. That life is short, time is short. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ജീവിതം നാം ദൈവമഹത്വത്തിനു വേണ്ടി വളരെ ഉദ്ദേശപൂർണതയോട്, വളരെ ഇന്റൻഷനലായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം. Because life is brief, life is short, life is temporal. Hallelujah. നമ്മുടെ സമയം എപ്പോഴാണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ദിവസങ്ങളെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ച് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നമ്മുടെ ലൈഫിൽ പൂർത്തീകരിക്കാൻ അങ്ങനെയുള്ള ഒരു വിസ്ഡം കർത്താവേ ഞങ്ങൾക്ക് തരണമേ. പെട്ടെന്ന് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ലൈഫ് ഇസ് ഷോർട്ട്, ലൈഫ് ഇസ് ഷോർട്ട്. ഹല്ലേലൂയ. ഭൂരിഭാഗം ആൾക്കാരും മരണത്തെക്കുറിച്ച് മരണത്തെ ഭയപ്പെടുമ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. We must not fear death. Yes. Because Jesus conquered death. യേശു മരണത്തെ കീഴടക്കിയവനാണ്. ആ യേശുവിൽ നാം മറഞ്ഞിരിക്കുന്നു. ആ യേശുവിലാണ് നമ്മുടെ ഐഡന്റിറ്റി ഉള്ളത്. Because Jesus conquered യേശുവിനെ, മരണത്തെ യേശു കീഴടക്കിയത് കൊണ്ട് തന്നെ നാമും മരണത്തെ കീഴടക്കിയവരാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 14 കർത്താവിന്റെ സ്തോത്രം. സഹോദരനായിരുന്നല്ലോ യാക്കോബ് അപ്പോസ്തലൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ കുറിച്ച് നോക്കിയേ, വിശ്വാസത്തിന്റെ അപ്പോസ്തലനാണ്. വെറും വാക്കുകൊണ്ടുള്ള വിശ്വാസം അല്ലേ. യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഹല്ലേലൂയ. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അത്ര കൃത്യമായ പറഞ്ഞ ഈ അപ്പോസ്തലൻ എന്നൊക്കെ 14-ാം വാക്യത്തിൽ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? നിങ്ങളുടെ ഒരു ചോദ്യം ആ കൈയൊന്ന് നമുക്കൊരു പ്രൊഫറ്റിക് ആക്കി, നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതം എങ്ങനെയുള്ളത്? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാ? നമ്മൾ എന്നേക്കും ഇവിടെ ജീവിക്കുന്നവരാണോ? നമ്മൾ 10 വർഷത്തെക്കുറിച്ചും 15 വർഷത്തെക്കുറിച്ചും 50 വർഷത്തെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലത് തന്നെ. നമ്മുടെ പ്രായമനുസരിച്ച് നമുക്ക് ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഇന്ന് നമ്മൾ കർത്തൃസന്നിധിയിൽ എടുത്താൽ അതിനുവേണ്ടി ഒരു ഒരുക്കത്തോടെ, അതുകൊണ്ട് ഹൃദയത്തിൽ കാവട്യവും അല്ലേ കപടതയും വൈരാഗ്യവും കോപവും പകയും ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ അവസ്ഥകളും പാപത്തിലൊക്കെ ആണാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും. We must not be caught unawares. നമ്മൾ പോലും അറിയാതെ മരണം നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടുമ്പോൾ അയ്യോ I am not ready എന്ന് പറയുവാൻ കരമുയർത്തി ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി അല്ലേ നമ്മൾ ഒരുങ്ങുന്നത് പോലെ തന്നെ ഹല്ലേലൂയ, നമ്മുടെ അക്കൗണ്ടുകളെല്ലാം സെറ്റിൽ ചെയ്ത് ഒന്നും ബാക്കി വെക്കാതെ അതെല്ലാം കൃത്യമാക്കി സെറ്റിൽ ചെയ്ത് must be ready to leave the planet Earth any time, any moment. For what is your life? എന്ന് പറയാം, what is your life? What is your life? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. It is even a vapor that appeareth for a little time and then vanisheth away. Hallelujah. അപ്പോൾ നമ്മുടെ ജീവിതം, മനുഷ്യരുടെ ജീവിതം ക്ഷണഭംഗുരമാണ്. Life is temporary, life is short, life is brief. അതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ അനുവാദമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമുക്ക് ആലോചന തരികയാ. ജീവിതം മൊത്തം നമ്മൾ നമ്മുടെ സ്വയത്തിന് വേണ്ടി ജീവിച്ചു, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ദൈവരാജ്യം കേന്ദ്രിതമായി, ക്രിസ്തു കേന്ദ്രിതമായി നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം ജീവിക്കാൻ നമ്മുടെ ജീവിതം നമ്മൾ ഓടി തികച്ചാൽ അയ്യോ അതിനേക്കാൾ ദുഃഖകരമായ ഒരു അവസ്ഥയില്ലായിരിക്കും നാം നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ. നിത്യതയിൽ സ്തോത്രം ഒരു കണക്ക് എടുക്കുന്ന ഒരു പ്രൊസീജിയർ അവിടെ ഉണ്ട്. സ്തോത്രം, അതിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. യശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 6-8 വാക്യങ്ങൾ. The voice said cry and he said what shall I cry? പ്രവാചകനോട് ദൈവശബ്ദം വരികയാണ്. യശയ്യാപ്രവാചകൻ ചോദിക്കും, എന്താണ് ഞാൻ കരഞ്ഞു പറയേണ്ടത്? കേട്ടോ. All flesh is grass and all the goodness thereof is flower of the field. സകല ജഡവും പുല്ല് പോലെയും അതിലെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. സ്തോത്രം. എല്ലാ ജഡവും എങ്ങനെയാണ്? മനുഷ്യന്റെ ജഡം എങ്ങനെയാണ്? മനുഷ്യന്റെ സമയം, അത് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. പുല്ല് പോലെയും പൂ പോലെയും ആണ് ആ ജഡം, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ. യെസ്, അടുത്ത യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. അതേ ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. The grass withereth, the flower fadeth, but the word of God shall stand forever. കരമുയർത്തി. ഹല്ലേലൂയ.
ജീവിതം ക്ഷണഭംഗുരമാണ്. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ബ്രീഫ്. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഹല്ലേലൂയ, സുബോധത്തോടെ 39-ാമത്തെ സങ്കീർത്തനം 4-5 വാക്യങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തെ അറിഞ്ഞവൻ, ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ചവൻ. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. Make me to know mine end and the measure of my days, what it is, that I may know how frail I am. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഞാൻ എത്ര ക്ഷണികനാണ്. സ്വന്തം കർത്താവിൽ നമ്മൾ ശക്തരാണ്. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ ഡയമെൻഷൻ ഉള്ളപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു റിയാലിറ്റി അണ്ടർസ്റ്റാൻഡിങ് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുക. So that we can plan our days well. Yes. Make me to know mine end and the measure of my days, what it is, that I may know how frail I am. Yes. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കി. You made my days as a handbreadth and mine age is as nothing before thee. Yes. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. 90-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. മോശ എന്ന ദൈവ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനത്തിൽ. സ്തോത്രം. ഞങ്ങളുടെ ആയുഷ്കാലം 120 വർഷം ജീവിച്ച മോശ പറയുകയാണ്, മനുഷ്യന്റെ ആയുസ് എത്രയാ? 70-80. ദൈവം ഒരു സ്പാൻ വെച്ചിട്ടുണ്ടെന്നേ. ഹല്ലേലൂയ. നീ അത് 100, 150 എത്രയാണെങ്കിലും ഹല്ലേലൂയ. ഏറെ ആയാൽ 80 സംവത്സരം. യെസ്. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. 12-ാമത്തെ വാക്യം. യെസ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം. ആ കാര്യം ഒന്ന് ഉയർത്തി. നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളെ ചിന്തിക്കുന്നത്? ജ്ഞാനമുള്ള, teach us to number our days that we may apply our hearts unto wisdom. ജ്ഞാനമുള്ള ഒരു ഹൃദയം എന്ന് പറയാം. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഹല്ലേലൂയ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിച്ചു. ഞങ്ങളുടെ നാളുകളെ, നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. സ്തോത്രം. അക്കരെ നാട്ടിൽ പോകുവാൻ നമ്മൾ എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന വീടിന് തീ പിടിച്ചു. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് തീ പിടിച്ചു. നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഏറ്റവും വിലയേറിയ സാധനം ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്തിയാടാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മീയമായി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം വിട്ടു പോകേണ്ട സമയം വരും. നമുക്ക് ഓരോരുത്തർക്കും വരും. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ? നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ്? എന്തിനു പിന്നിലാണ് നമ്മൾ ഓടുന്നത്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ. അതുകൊണ്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ദുഷ്കാലമാകയാൽ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. Redeem your time for the day is short. Yes, വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടില്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. Redeem the time because the days are evil. Redeem the time because the days are hallelujah. തക്കത്തിൽ സമയത്തെ ഉപയോഗിക്കുവാൻ. തക്കത്തിൽ സമയത്തെ ഉപയോഗിക്കുവാൻ. അതിന്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ സമയമാണ്. Time is the greatest commodity. പൈസയെക്കാളും വിലയേറിയതാണ് സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസരങ്ങളെ ഉപയോഗിക്കുക. നമുക്ക് ദൈവം തരുന്ന redeem your time means use your opportunities. ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അവസരങ്ങളെ ദൈവത്തിനായി നിത്യതയ്ക്ക് വേണ്ടിയൊക്കെ നാം ഉപയോഗിക്കുക. Hallelujah. So life is short and we must be prepared and we must be ready. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവർ ആകകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി അവനായി. യേശുവും ജഡരക്തങ്ങൾ ധരിച്ചു, ജഡരക്തമായി തീർന്നു, മനുഷ്യനായി ഭൂമിയിൽ വന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ അധികാരി പിശാച് ആരാണ്? അവൻ മരണത്തിന്റെ അധികാരി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. തന്റെ മരണത്താൽ യേശു തന്റെ കാൽവറിയിൽ ക്രൂശിൽ തന്റെ മരണത്താൽ നീക്കി. He destroyed, he abolished death. Hallelujah. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. And delivered them through the fear of death were all their lifetime subject to bondage. ജീവപര്യന്തം അല്ലേ? മരണഭീതിയിലായിരുന്നവരെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. കർത്താവ് ആ കരം ഉയർത്തി എന്ന് പറയാം. ഇന്ന് ജനം ഭീതിയിലാണ്. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ, എന്ത് സംഭവിക്കും, എന്തായിരിക്കും എന്നറിയാതെ വിഷമിക്കുമ്പോൾ, ഭയത്തിലായിരിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ഈ സത്യസുവിശേഷം നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ ഇനി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
മരണാധികാരിയായ പിശാചിനെ യേശു ക്രൂശിൽ കാൽവറിയിൽ തന്റെ മരണത്താൽ അതിനെ ജയിച്ചു, തോൽപ്പിച്ചു. നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നീ ജീവപര്യന്തം മരണഭീതിയിലായിരിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. 2 തിമോത്തിയോസ് 1:10 വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 1:10 തന്റെ ആത്മീയമകനായ തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ ധൈര്യപ്പെടുത്തുകയാണ്. വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ മകനോട് പറയുകയാണ്, നീ വിഷമിക്കരുത്, നീ ഭയപ്പെട്ടു പോകരുത്. എന്റെ തടവറയും ബന്ധനവും ഒന്നും ജയിലിലുള്ള ഈ വിഷയങ്ങളൊന്നും കണ്ട് നീ നിരുത്സാഹപ്പെടേണ്ട. നീ സത്യസുവിശേഷത്തിൽ നിലനിൽക്കുക. നമുക്ക് വായിക്കാം ആ വാക്ക്. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത സുവിശേഷം കൊണ്ട് എന്ത് ചെയ്തു? ജീവനും അക്ഷയത്വവും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. But is now made manifest by the appearing of our Savior Jesus Christ, who has abolished death and hath brought life and immortality to light. നമ്മുടെ രക്ഷകനായ യേശു മരണത്തെ നീക്കി, മരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു. He abolished death. ഒന്ന് പറയാം, Jesus abolished, destroyed death. അവസാനത്തെ ശത്രുവായ മരണത്തെ യേശു തന്റെ യാഗത്താൽ, കാൽവറിയിലെ യാഗത്താൽ. അതുകൊണ്ട് നീ നമുക്ക് മരണഭീതിയുടെ ആവശ്യമില്ല, മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ധൈര്യത്തോടെ നിർഭയമായി നേരിടുവാൻ, മരണത്തെ വെല്ലുവിളിക്കുവാൻ. Who has abolished death and has brought life and immortality to light through the gospel. സുവിശേഷത്താൽ എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ യാഗത്താൽ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. ജീവനും അക്ഷയത്വം, ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഹല്ലേലൂയ. നിത്യശിക്ഷാവിധിക്കും നിത്യനാശത്തിനും സ്തോത്രം വിധിക്കപ്പെട്ട നമ്മളെ ജീവനിലേക്കും നിത്യജീവനിലേക്കും അക്ഷയത്വത്തിലേക്കും ഇമ്മോർട്ടൽ ബീയിങ്സ് ആക്കി കർത്താവ് മാറ്റുകയാണ്. വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു. യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. മരണാധികാരിയായ പിശാചിനെ, മരണഭയത്തിൽ നിന്ന്, മരണത്തിന്റെ അടിമത്തത്തിലായ മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു വന്നു. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമായവൻ. യെസ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ഹല്ലേലൂയ. യേശു പറയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാണ്. Jesus is a king who conquered death. മരണത്തെ കീഴടക്കിയവനാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിൽ പിടിച്ചവനാണ്. ആമേൻ. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 26-27 വാക്യത്തിൽ, ഞാൻ തന്റെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശു പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന 15-ാം അധ്യായം 54-55 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കിട്ടുന്നതുപോലെ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. മരണത്തിന്റെ വിഷമുള്ള, അല്ലെങ്കിൽ മരണത്തിന് അധികാരം കൊടുക്കുന്നത് എന്താണ്? പാപം. മരണത്തിന് അധികാരം കൊടുക്കുന്നത് പാപം. ആ വിഷമുള്ള അറിയാമല്ലോ, ചില വിഷമുള്ള മുള്ള അത് വന്നാൽ മരിക്കും. അപ്പോൾ സ്തോത്രം, നമ്മളെ ആത്മീയമായി, ശാരീരികവും ഭൗതികമായി നിത്യമരണത്തിലേക്ക് സ്തോത്രം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ വിഷമുള്ള എന്താണ്? പാപം. ആ പാപത്തിന് ശക്തി കൊടുക്കുന്നത് എന്താണ്? ന്യായപ്രമാണം. അടുത്ത വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വീണ്ടും ആ കാര്യങ്ങളെ ഉയർത്തി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്, നമുക്ക് ജയം നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്റെ മീതെ, മരണാധികാരിയുടെ മീതെ, പിശാചിന്റെ മീതെ ജയം നൽകുന്ന. അതുകൊണ്ട് സ്തോത്രം, മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശു മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പാതാളത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഭയങ്കര കൃത്യമായി വ്യക്തമായി സംസാരിച്ചു.
ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെ ഞാൻ അങ്ങ് ചിന്തിക്കുകയായിരുന്നു, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇത്രയും വ്യക്തമായി കൃത്യമായി സംസാരിച്ച പഠിപ്പിച്ച വേറൊരു വ്യക്തിയില്ല, വേറൊരു മതഗ്രന്ഥമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ബൈബിൾ, സ്തോത്രം, ഹല്ലേലൂയ. അനേകർ മരണഭീതിയിലായിരിക്കുമ്പോൾ, അനേകർ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, അനേകർ സ്തോത്രം വഴി തപ്പി നടക്കുമ്പോൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം വളരെ കൃത്യമായി 70 പ്രാവശ്യമാണ് നരകത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, സ്തോത്രം, സ്വർഗത്തെ കാട്ടിലും, നമ്മളെല്ലാം കൂടെ സ്വർഗവും സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. എങ്കിലും ഹെൽ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്ത് നരകത്തെക്കുറിച്ച്, സ്വർഗവും നരകം എന്ന ഈ യാഥാർത്ഥ്യം, സ്ഥലങ്ങളെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യവും വളരെ കൃത്യമായി വ്യക്തമായി, ഒരു കൺഫ്യൂഷനിൽ, ആർക്കും ഒരു ആശയക്കുഴപ്പം വരാത്ത രീതിയിൽ യേശു നരകത്തെക്കുറിച്ച്, അത് യാതനയുടെ ഒരു സ്ഥലമാണ്. പെട്ടെന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 45-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെസ്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ, നിന്റെ കാല്, അതിന്റെ മുമ്പത്തെ വാക്യം നമ്മൾ വായിച്ചത്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ, ഊനനായി ജീവനിൽ കടക്കുന്നത്. അപ്പൊ നിന്റെ കാലില്ലാതെ ഒരു കാലം വെട്ടിക്കള. നിന്റെ കാലാണ്, നിന്റെ കൈയാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ, ഇല്ലേ, ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. കെടാത്ത തീയും, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അപ്പോൾ കർത്താവിന് ഒരു കൺഫ്യൂഷനും ഇല്ല. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, മരണം എന്ന് പറയുമ്പോൾ ബൈബിളിന്റെ ഭാഷയിൽ നമ്മളെല്ലാം മരണം എന്നാ പറയുന്നത്, എങ്കിലും ബൈബിളിന്റെ ഭാഷയിൽ മരണം 3 തലത്തിലുള്ള മരണമാണ്. ഒന്ന്, ആത്മീയമായി ഒരു മരണം. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആദം അവ്വ ദമ്പതിമാരെ ആക്കിയപ്പോൾ ദൈവം ആദാമിനോട് നിർദ്ദേശിച്ച് കൽപ്പിച്ച്, ഈ മരത്തിന്റെ നന്മനിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലത്തിന്റെ ഈ മരത്തിൽ നിന്ന് നീ ഭക്ഷിക്കുമ്പോൾ ആ നാളിൽ നീ മരിക്കും. സ്തോത്രം. ആദമും അവയും ഭക്ഷിച്ചു. എന്താ അവർക്ക് സംഭവിച്ചത്? ആദ്യത്തെ മരണം ആത്മീയമായ മരണം. റോമർക്ക് എഴുതിയ 5-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഒരു വ്യക്തി അനുസരണക്കേട് കാണിച്ചപ്പോൾ, ഒരു വ്യക്തിയുടെ പാപം മനുഷ്യരാശിയിലേക്ക് പാപത്തെയും മരണത്തെയും കൊണ്ടുവന്നു. അക്കരമുയർത്തിയത് പറയാം, ആദ്യത്തെ മരണം എന്താണ്? ആത്മീയമായ മരണം, the spiritual death. രണ്ടാമത്തെ മരണം എന്താണ്? നമ്മുടെ ശാരീരികമായ ഫിസിക്കൽ ഡെത്ത്. നമ്മുടെ ജീവശ്വാസം വിട്ടുപോകുമ്പോൾ, ഡെത്ത് എന്ന് പറയുമ്പോൾ സാധാരണ മെഡിക്കൽ ലാംഗ്വേജിൽ എന്താണ്? ഇറ്റ്സ് എ സെസേഷൻ ഓഫ് ലൈഫ്. ഹാർട്ട് ബീറ്റ് ഇല്ല, ഇല്ലേ, മൂക്കിലെ ശ്വാസം പോയി, പൾസ് നോക്കുമ്പോൾ പൾസ് ഇല്ല, the person is dead. അല്ലേ, കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിച്ചു, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, റെസ്പിറേറ്ററി സെന്റർ വർക്ക് ചെയ്യുന്നില്ല, ഇല്ലേ, ബ്രെത്ത് സൗണ്ട്സ് ഇല്ല. അപ്പോഴാണ് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്, the person is dead, cessation of life. മൂന്നാമത്തെ മരണം എന്താണ്? ബൈബിളിന്റെ ലാംഗ്വേജിൽ that's called eternal, നിത്യമരണം, eternal death. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ it is called the second death, രണ്ടാമത്തെ മരണം. അതൊരു നിത്യമരണമാണ്. ആ നിത്യമരണത്തിൽ അകപ്പെട്ടാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഒരു മടങ്ങി വരവില്ല. ആത്മീയ മരണത്തിൽ നിന്നും, ഈ ഭൗതികമായ മരണത്തിൽ നിന്നും, നിത്യമരണത്തിൽ നിന്നും നമ്മളെ വിടുവിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു രക്ഷകൻ. ഈ സുവിശേഷം എന്ത് ചെയ്യും? നമ്മെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, തന്റെ ക്രൂശിലെ യാഗത്താൽ യേശു, ഹല്ലേലൂയ, മരണത്തെ നീക്കി. Come on, somebody say, he abolished death, he destroyed death and brought immortality and light. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവെങ്കിൽ, വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി മരിക്കുന്ന ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു അതുകൊണ്ടാണ് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന വേർപാട് ഇല്ലേ? എന്താ വേർപെട്ടത്? മനുഷ്യന്റെ ആത്മാവും പ്രാണനും ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഒരു ഭക്തനാണെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും എവിടെ പോകും? പഴയ നിയമത്തിൽ അത് എബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു. കർത്താവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞപ്പോൾ, ക്രൂശിലുള്ള പ്രവൃത്തി കഴിഞ്ഞപ്പോൾ, ആ സ്ഥലത്തിൽ അതുകൊണ്ട് വാങ്ങിപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ ക്രൂശുമരണത്തിന് മുമ്പേ എബ്രഹാമിന്റെ മണി, എബ്രഹാംസ് ബോസം, ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ലാസർ മരിച്ചപ്പോൾ, ലാസർ എവിടെയാ പോയത്? ധനവാനും ലാസർ മരിച്ചപ്പോൾ എബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ക്രൂശിലുള്ള ജയം കഴിഞ്ഞപ്പോഴാണ്, സ്തോത്രം ഹല്ലേലൂയ, അവിടെയുള്ള വിശുദ്ധന്മാരെ എല്ലാം, പുതിയ നിയമ വിശുദ്ധന്മാർക്കെല്ലാം, ക്രൂശിൽ വിശ്വസിച്ച, ക്രൂശിന്റെ ആ പ്രവൃത്തി കഴിഞ്ഞ വിശുദ്ധ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മരിക്കുന്ന ആ നിമിഷം തന്നെ കർത്തൃസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ വഴി. അപ്പോൾ ഒരു വിശ്വാസി മരിക്കുമ്പോൾ തന്റെ ആത്മാവും പ്രാണനും കർത്താവിലേക്ക് എടുക്കപ്പെടുന്നു, തന്റെ ശരീരം ഭൂമിയിലേക്ക്. ഒരു അവിശ്വാസി മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തന്റെ പ്രാണനും ആത്മാവും, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം, അതൊരു കഥയല്ല, യേശു, നമുക്കത് ഒന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യം. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ധനവാനായി യേശു കഥകൾ പറഞ്ഞും ഉപമകൾ പറഞ്ഞും സ്വന്തം നടന്ന സംഭവങ്ങൾ പറഞ്ഞ് ഈ യാഥാർത്ഥ്യത്തെ, സത്യത്തെ, ദൈവരാജ്യത്തിന്റെ സത്യത്തെ ആഴമായി ജനത്തിന്റെ ഹൃദയത്തിലേക്ക്, അതിനെ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഈ കഥ പറഞ്ഞ് സ്തോത്രം ഇന്നത്തെ ഈ ശുശ്രൂഷകൾ അവസാനിക്കുകയാണ്. നരകവും സ്തോത്രം പാതാളവും സ്വർഗവും നിത്യതയുടെയും യാഥാർത്ഥ്യം, ഇത് വെറും ചിന്താഗതികളല്ല, ഫിലോസഫി അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. This is reality. Heaven and hell are real places. Amen. They are real places. Yes. ഇന്ന് ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു നോക്കുക. നിങ്ങൾ ചുറ്റും നടന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. നരകമുണ്ടോ? ആർക്കറിയാം? നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? ആർക്കറിയാം? എല്ലാം ഇവിടെ തന്നെയാണ് പാസ്റ്ററെ, എല്ലാം ഇവിടെ തന്നെയാണ് ഡോക്ടറെ. നിങ്ങളൊരു ഒരു സർവേ നിങ്ങൾ നടത്തുക. നിങ്ങൾ ചുറ്റും ഭയങ്കരമാണ്, സുവിശേഷം പറയാൻ ഭയങ്കര അവസരമാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്ന് മരിച്ചാൽ മിക്ക ആൾക്കാർക്ക് ഉറപ്പില്ല. ഈ സുവിശേഷമാണ്, യേശു ക്രൂശിൽ കാൽവരി നമുക്ക് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത്. പെട്ടെന്ന് ഈ ഒരു കഥ വായിക്കാം. സ്തോത്രം. എന്താണ് ഇത്? കഥയല്ല, ഇതൊരു സംഭവമാണ്. യേശു നടന്നൊരു സംഭവമാണ്. സ്തോത്രം തന്റെ ശിഷ്യന്മാർക്ക് അവിടെ പറയുന്നത്. യെസ്. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച ദിനം പ്രതി ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. സ്തോത്രം. വലിയ ആർഭാടത്തിൽ ധൂമ്രവസ്ത്രമൊക്കെ ഇട്ട്, യെസ്, ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ, ലാസർ എന്ന് പറഞ്ഞ ഒരു ദരിദ്രൻ, വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. സ്തോത്രം. ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ, അവന്റെ പേരും ലാസർ തന്നെ. ശരീരം മൊത്തം മുറിവ്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ മനുഷ്യന്റെ ഭൂമിയിലുള്ള സ്ഥിതി എന്ന് പറയുമ്പോഴത്തേക്ക് പരിതാപകരമായ സ്ഥിതിയാണ്. ശരീരം മൊത്തം വ്രണമാണ്. മേശയിൽ നിന്ന്, ധനവാന്റെ മനുഷ്യയിൽ നിന്ന് വീട് കിട്ടുന്ന ആ അപ്പം കഴിച്ചാണ് താൻ നിർത്തിവൃത്തി കഴിച്ചത്. യെസ്. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. നായ്ക്കളും. നോക്കി, ആ അവസ്ഥയെ കർത്താവ് അത്ര മാത്രം അങ്ങ് ചിത്രീകരിച്ചു. സ്തോത്രം. അവസ്ഥ ഭൂമിയിലുള്ള അവസ്ഥയാണ്. യെസ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, നോക്കിയേ, ഒരു മരണം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കഥയല്ല, ആ ദരിദ്രൻ മരിച്ചു. സ്തോത്രം. ഇവിടെ പറഞ്ഞ് നമ്മളിത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ സ്തോത്രം, രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ദരിദ്രൻ പണമില്ലാത്തവൻ, പൈസ ഇല്ലാത്തവൻ, സാഹചര്യങ്ങളില്ലാത്തവനായിരുന്നു ഭൂമിയിൽ. മറ്റ് വ്യക്തിക്ക് നല്ല ധനമുണ്ട്, പൈസയുണ്ട്, സ്തോത്രം, നല്ല ഭവനമുണ്ട്, എല്ലാം ഉണ്ട്. രണ്ടുപേരും തമ്മിലുള്ള പൈസയുടെ വ്യത്യാസം മാത്രമല്ല, ഈ ദരിദ്രനായ മനുഷ്യൻ ദരിദ്രനായിരുന്നെങ്കിലും അവനൊരു ദൈവവിശ്വാസിയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന, സത്യസന്ധമുള്ള, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവം മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ വഴിയിൽ പ്രത്യാശിച്ച ഒരു മനുഷ്യനായിരുന്നു, ഒരു ദൈവഭക്തനായിരുന്നു ലാസർ. ധനവാൻ തന്റെ ധനത്തിൽ ആശ്രയിച്ചു. താൻ നരകത്തിലേക്ക്, താൻ പാതാളത്തിലേക്ക് പോകുന്നത് താൻ ധനികനായതുകൊണ്ടല്ല. ഈ ധനമൊക്കെ ഉള്ളപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെയാണ്. താൻ ചിന്തിച്ചില്ല തന്നെ മരണം പിടികൂടുമെന്ന്. അതുകൊണ്ട് താൻ നിത്യതയ്ക്ക് വേണ്ടി ചിന്തിച്ചില്ല. താൻ തന്റെ ധനത്തിലും ആർഭാടത്തിലും ഒക്കെ ജീവിച്ച് താൻ അവസാനിച്ചു. പക്ഷെ മരണം വന്നു. അപ്പോൾ താൻ മരിച്ചത് പണം ഉണ്ടായതുകൊണ്ടല്ല, ദൈവമില്ലാത്തവനായി ഈ ലോകത്തിന് വേണ്ടി, ലോകസുഖങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ കൽപ്പനകൾക്കും വചനങ്ങൾക്കും എല്ലാം അതിനെ മർദ്ദലിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. യെസ്.
ആ ദരിദ്രൻ മരിച്ചപ്പോൾ ഒന്ന് ആ കരം ഉയർത്തി പറയാം, ആ ദരിദ്രൻ മരിച്ചു. ആ ദരിദ്രനായിരുന്നു, പക്ഷെ ഒരു ദൈവഭക്തനാണ്. മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഒരു വ്യക്തി മരിക്കുമ്പോൾ, ഒരു ഭക്തൻ മരിക്കുമ്പോൾ ആരാ വരുന്നത്? ദൂതന്മാർ. ഒന്ന് പറയാം, നമുക്കൊന്ന് എഴുതി നൽകാം. ഒരു ഭക്തൻ മരിക്കുമ്പോൾ ദൂതന്മാർ ആ വ്യക്തിയുടെ ആത്മാവിനെ, പ്രാണനെ, ദേഹം, നമ്മൾ തമ്പിച്ചാന്റെ ശരീരം മണ്ണിലേക്ക് വിത്ത് പോലെ വിതച്ചു. പക്ഷേ തമ്പിച്ചാൻ മരിച്ച ആ സമയം തന്നെ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളുകൊണ്ട് ആരും കണ്ടു കാണത്തില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് തമ്പിച്ചാൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ധനവാനും മരിച്ചു. മരണം എല്ലാവരെയും ഒരേപോലെ ആക്കി കളയും. ഭക്തനെയും അഭക്തനെയും, പണമുള്ളവനെയും ദരിദ്രനെയും. അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അപ്പോൾ പാതാളത്തിൽ യാതന അനുഭവിക്കാൻ, യാതനയുടെ സ്ഥലമാണ് പാതാളം. പാതാളം നരകമല്ല. ഒരു ന്യായവിധി കഴിയുമ്പോഴാണ് പാതാളത്തിലേക്ക്, നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത്. ആ സമയം വരെ എബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയി വിശുദ്ധന്മാരെ ആക്കുന്നത് പോലെ തന്നെ പാതാളത്തിൽ, പുതിയ നിയമത്തിൽ ഇപ്പോൾ കർത്തൃസന്നിധിയിൽ ആക്കി. സ്തോത്രം. പുനരുത്ഥാനത്തിന്റെ ദിവസമാണ് ശരീരവും ആത്മാവും കൂടെ ചേർന്ന് ഭയങ്കര ഒരു ഗ്ലോറിയസ് റീയൂണിയൻ ഒക്കെ നടക്കുന്നത്. അതില്ല, ഞാൻ അവിടെ വിടുന്നു. ഒന്ന് പറയാൻ, ദൂതന്മാർ വരും. എന്ത് പറയും? ദൂതന്മാർ വരും. അപ്പോൾ മരണവും പാതാളവും സ്ഥലങ്ങൾ മാത്രമല്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. അതിന്മേൽ ഇരിക്കുന്നവന്റെ പേരെന്താണ്? മരണം. അപ്പോൾ ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ, വേർപാട് അല്ലെങ്കിൽ ജീവശ്വാസം പോകുന്നു. പക്ഷെ മരണം എന്ന് പറഞ്ഞ ഒരു പൈശാചിക ദൂതനുണ്ട്, ഡെത്ത്. അതുകൊണ്ടാണ് വ്യക്തികൾ മരിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയാനകമായ അന്തരീക്ഷം. അവിശ്വാസികൾ മരിക്കുമ്പോൾ അത് ഭയങ്കരമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ there is something evil, dark, because death is not just a place, not just a ഒരു അവസ്ഥ മാത്രമല്ല, not just a condition. Death is an angel. അതുകൊണ്ടാണ് അവസാനത്തെ ശത്രു എന്ന് പറയുമ്പോൾ മരണം ഒരു ശത്രുവാണ്. പിശാചിന്റെ അവസാനത്തെ ശത്രുവാണ് മരണം എന്ന് പറഞ്ഞ ഈ ആത്മാവ്, അല്ലെങ്കിൽ this dark angel, അന്ധകാരത്തിന്റെ ഈ ഒരു ഏഞ്ചൽ. യെസ്, പാതാളം അവനെ പിന്തുടർന്നു. സ്തോത്രം. മരണവും പാതാളവും പൈശാചിക ദൂതന്മാരാണ് അവരെ പിന്തുടർന്നു. യെസ്, അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുവിളവാൻ ഭൂമിയുടെ കാലാംശത്തിൽ അധികാരം ലഭിച്ചു. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറയാ, പാതാളത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ ഉള്ളവനാണ് ഞാൻ. I have the keys of Hades and death. അതോട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഒരു ഭക്തനാണ് താങ്കളെങ്കിൽ, മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Because death is not a failure, death is not defeat, it's a glorious hope. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനെ നന്ദി പറയാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് അല്പസമയം കർത്താവിനെ നന്ദി പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗേ വിരുന്നിനായി ലോകേ ഞാനൻ ഓട്ടം തികച്ചു. സ്വർഗ്ഗേ വിരുന്നിനായി പറന്നിടും ഞാൻ മറുരൂപമാ പരനേശുരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയരെ
തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുനാളോടണഞ്ഞിടുവേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുനാളോടണഞ്ഞിടുവേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാൻ ആശയാ കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാണാൻ ആശയാ കാത്തിരുന്ന എന്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർബോടണഞ്ഞിടുവേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർബോടണഞ്ഞിടുവേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി വേല ചെയ്തതാ, താതൻ എന്നെ മാനിക്കുവാനാ. താതൻ പേർക്കായി വേല ചെയ്തതാ, താതൻ എന്നെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ സന്നദ്ധരായി നീടുന്നേ. ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയനെ, ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വെറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വെറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. ദൂതസംഘമാകവേ സന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയാൽ പരനോടു കൂടെ വാഴുവേ. സദാകാലം ഞാൻ മണവാട്ടിയാൽ പരനോടു കൂടെ വാഴുവേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നീടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധ
കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വാ 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 വാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തെ ആ കരം ഉയർത്തി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണഭീതിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനായ യേശുവിനെയാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോട് പറയുവാൻ കഴിയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ. ഹല്ലേലൂയ. നീ സംഭവിക്കാൻ പോകുന്ന, ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അടുത്ത ഈവന്റ് എന്താണ്? കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവ്. കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവ് ഒരു വിശുദ്ധന്റെ, ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ ഹല്ലേലൂയ, the blessed hope, the blessed hope, ഭാഗ്യകരമായ പ്രത്യാശയാണ്. കർത്താവ് രണ്ടാമത് വരും. ഹല്ലേലൂയ. കർത്താവ് രണ്ടാമത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ അവർ ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമും അവരോടുകൂടെ. ഭയങ്കരമാ. ഇന്ന് മനുഷ്യരുടെ ആത്മാവും പ്രാണനും ദൈവസന്നിധിയിലാണ്. അവിടെ ശരീരം ഭൂമിയോട് ചേർന്നിരിക്കുന്നു. ഭയങ്കരമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇതൊരു മർമ്മമാണ്. ഇതെന്താ ഈ സംഭവം? ദ്രവത്വമുള്ളത്, ജീർണിച്ചു പോകുന്ന, അളിഞ്ഞു പോകുന്ന ഈ ശരീരം, ക്ഷണികമായിരിക്കുന്ന, ടെമ്പറലായിരിക്കുന്ന, അളിഞ്ഞ് ജീർണിച്ച് മണ്ണോട് പറ്റിച്ചേരുന്ന ഈ ശരീരം എന്തെയും ബൈ എ ഡിവൈൻ വർക്ക്, ദൈവത്തിന്റെ ഭയങ്കര ഒരു ദൈവ പ്രവൃത്തിയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും കാഹളത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ആത്മാവും പ്രാണനും ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. ശരീരത്തിന്റെ പുനരുത്ഥാനമാണ്. കർത്താവിന്റെ ശരീരം പോലെ ഒരു തേജസ്കരിക്കപ്പെടുന്ന ഒരു glorified resurrected body. അക്കരമുയർത്തി hallelujah. The rapture is the next great event. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരുവാനുള്ള സമയമായി. സമയം ഉണരുക. ഈ സമയം അധികമില്ല. Jesus is coming soon to snatch away his bride. പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം. ജീവനോട് ഇരിക്കുന്ന നാമും അവരോടുകൂടി ആകാശത്തിൽ എടുക്കപ്പെടും. പിന്നെ നാം എല്ലാവരോടും കർത്താവിനോട് എപ്പോഴും നാം ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്? ക്രിസ്തുവിന്റെ ന്യായസന്നിധിയിൽ നമ്മളെല്ലാം നിർത്തും. അജിത് നീ വന്നേക്ക്, മിസ്റ്റർ കുര്യൻ നീ വന്നേക്ക്, ഡോക്ടർ ഷെറി വന്നേക്ക്, ജെറു വന്നേക്ക്. ഹല്ലേലൂയ. അവിടെ കിരീടങ്ങൾ സ്തോത്ര സമ്മാനം ചെയ്യും. നാം ഭൂമിയിൽ ജീവിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഒരു കണക്ക് എടുക്കുന്ന ഒരു സമയം വരും. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കട്ടെ. നമ്മുടെ ബുക്കുകൾ തുറക്കും. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന നിൽക്കുന്നവർ, ജീവിതം ക്ഷണികമാണ്. ലൈഫ് ഇസ് ഷോർട്ട്. നിങ്ങൾ കർത്താവായ യേശു സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് റെഡിയാണ്, വിസ സ്റ്റാമ്പായി. മരണത്തിന് നിങ്ങളെ കീഴടക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ജീവനിലേക്കും ജയത്തിലേക്കും നിങ്ങൾ പ്രവേശിക്കും. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടും ദൈവവചനത്തിന്റെ ഈ വിശുദ്ധിയോട് നിങ്ങൾ ജീവിച്ചുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായി എടുക്കപ്പെടും. നിങ്ങൾ രൂപാന്തരപ്പെടും. പക്ഷേ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തീയിൽ കൂടെ നിങ്ങളെ ശോധന ചെയ്യുന്ന പോലെ നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്യുന്ന ഒരു ദിവസം വരും. നമ്മളെങ്ങനെ ജീവിച്ചു? നമ്മൾ വിശ്വസ്തത പുലർത്തിയോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നാം ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഒരു കണക്ക് ബോധിപ്പിക്കുന്ന, നമ്മുടെ അക്കൗണ്ടുകൾ തുറക്കുന്ന ഒരു എക്സാം പേപ്പർ തുറക്കുന്ന പോലെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. നമ്മൾ ഭൂമിയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അടച്ച് നമ്മൾ മരിക്കുമ്പോൾ ആ കള്ളാസ് മേടിച്ചുകൊണ്ട് ഇവാലുവേറ്റർ കൊണ്ടുപോകുന്ന പോലെയാണ്. കർത്താവിന്റെ ന്യായസന്നിധിയിൽ ഭീമാ സീറ്റിന്റെ മുമ്പിൽ അജിത്തിന്റെ ബുക്കുകൾ തുറക്കും. ഞാൻ ഭൂമിയിൽ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു അക്കൗണ്ട്, നിങ്ങൾ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന സകല അക്കൗണ്ടുകളും തുറക്കും. ആ ദിവസം നമ്മൾ സ്വർഗത്തിലാണെങ്കിലും നാം ദൈവസന്നിധിയിലാണെങ്കിലും അത് ലജ്ജയ്ക്ക് കാരണമായി തീരരുത് പ്രിയ മക്കളെ. അതുകൊണ്ട് ഇപ്പോൾ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കും. നിങ്ങൾ എത്ര സ്തോത്രം കത്തുന്ന, മിന്നുന്ന, ശോഭിക്കുന്ന നക്ഷത്രമായി തീരുമെന്ന്, എത്ര പ്രകാശിതമായിരിക്കുന്ന നക്ഷത്രമായി തീരുന്നത് നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾ ക്രിസ്തു കേന്ദ്രിതമായി ജീവിച്ചുവോ? നിങ്ങളുടെ ശുശ്രൂഷകൾ അനുസരിച്ച് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്തോ? ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടോ? നിങ്ങൾ ആത്മാക്കളെ നേടിയോ? നിങ്ങൾ ശിക്ഷത്വത്തിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും, അതെല്ലാം വന്ന് അതനുസരിച്ച് 5 കിരീടങ്ങൾ കൈമാറും. ഹല്ലേലൂയ. ജീവന്റെ കിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്. ഹല്ലേലൂയ. സ്റ്റെഫനോസ് കിരീടങ്ങൾ കൈമാറുന്ന ഒരു ദിവസമുണ്ട്. നമ്മളെ ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. There is a day of eternal rewards and the giving of crowns. ആ സമയത്ത് ഈ
ക്രൗൺ കിട്ടാതെ നമ്മൾ സ്വർഗത്തിലുണ്ട്, പക്ഷെ അങ്ങ് പുറകെ പോയി നിൽക്കുന്നൊരവസ്ഥ നമുക്ക് വരരുതേ. ഏലസി മക്കളെ നമുക്ക് വരരുതേ. അതുകൊണ്ട് ജീവിക്കുന്ന നീ ശേഷമുള്ള ജീവിതം, മണ്ണ് നമ്മളെ അക്കരെ നാട്ടിൽ കൊണ്ടുപോകുന്ന ബാക്കിയുള്ള സമയങ്ങൾ വിശുദ്ധിയോടും വേർപാടോടും സത്യസന്ധതയോടും കർത്താവിന് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് നിത്യതയ്ക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്ന നിങ്ങളുടെ സമയം നിക്ഷേപിക്കുക, നിങ്ങളുടെ കഴിവ് നിക്ഷേപിക്കുക, താലന്തുകൾ നിക്ഷേപിക്കുക. ആമേൻ. നിങ്ങളുടെ പൈസ നിക്ഷേപിക്കുക. Make your investment in the heavenly eternal bank so that you would not come short. Amen. When God takes in account Amen. Hallelujah. the crown of life, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, Amen. സന്തോഷമുള്ള the crown of rejoicing. പിന്നെ കർത്താവിന്റെ വയൽ പ്രദേശങ്ങളിൽ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷമാരെ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, When the chief shepherd shall appear, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ആ കരമുയർത്തി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. ചെറിയ ശുശ്രൂഷനായിരിക്കാം, വലിയ ശുശ്രൂഷനായിരിക്കാം, സീനിയർ പാസ്റ്റർ ആയിരിക്കാം, അസിസ്റ്റന്റ് ആയിരിക്കാം, അസോസിയേറ്റ് ആയിരിക്കാം, ഡീക്കൺ ആയിരിക്കാം, സെൽ ലീഡർ ആയിരിക്കാം. ഏത് ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്? Yes Lord, yes Lord, വിളിച്ചവനെ ദൈവവേലയ്ക്കായി Jesus. ആ കരം വീണ്ടും ഒന്ന് ഉയർത്തി പറയാം, കർത്താവേ, ഈ മരണഭീതിയിൽ മരണഭയത്തിൽ സ്വയകേന്ദ്രിത ജീവിതത്തിൽ ഞാൻ ജീവിക്കുകയില്ലപ്പാ. ഞാൻ കേട്ടു. ഹല്ലേലൂയ. അങ്ങയുടെ ശബ്ദം ഞാൻ കേട്ടു. मैंने सुन लिया प्रभु, तेरी आवाज को मैंने सुन लिया. बुलाया मुझे सेवकाई के लिए, നിന്റെ വേലയ്ക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. വ്യക്തിപരമായി, കുടുംബങ്ങളായി, ഏലസി സഭയായി ഹല്ലേലൂയ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള ശേഷിച്ചിരിക്കുന്ന ആയുസ് അങ്ങക്ക് വേണ്ടി ഓടി തികയ്ക്കുവാൻ ഞാൻ നല്ലപോലെ പൊരുതി. ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഈ നീതിയുടെ കിരീടം എനിക്കായി ദൈവം വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്ന ഏവർക്കും. താങ്ക് യു ജീസസ്. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ കരമടിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. The crown of life, the incorruptible crown, the crown of righteousness, the crown of glory, the crown of exaltation. ഈ കിരീടങ്ങളെല്ലാം നമുക്ക് വേണ്ടി കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ. പക്ഷെ ഈ കിരീടങ്ങൾ ദാനമല്ല. ഇതെല്ലാം നാം ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് ഈ കിരീടങ്ങൾ നമുക്ക് ദൈവം നൽകുന്നത്. These are rewards. Hallelujah. അതുകൊണ്ട് നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം, നന്നായി ഓടാം. നല്ല ഒരു കൃഷിക്കാരനെ പോലെ, ഒരു അധ്വാനിയായ ഒരു കൃഷിക്കാരനെ പോലെ. ആമേൻ. എത്ര പേര് ഒരു ആമേൻ പറയുന്നു പകൽക്കാലം? ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുവാനാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. God bless you.